നമ്മളിന്ന് പോയിരിക്കുന്നത് കോട്ടയം കുറവിലങ്ങാടുള്ള സയൻസ് സിറ്റിയിലാണ്. ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ഫ്രണ്ടിൽ തന്നെയാണ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ പോകാൻ. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 20 രൂപയാണ്. അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ശേഷം നമ്മൾ വാഹനമായിട്ട് മുകളിലോട്ട് പോകണം. പാർക്ക് ചെയ്യാൻ ഒരുപാട് സൗകര്യം അവിടെ ഉണ്ട്. ഇതൊരു പഴയ ബിൽഡിങ് കാണുന്നുണ്ട്. പണി നടക്കുന്നതാണോ എന്നറിയത്തില്ല. ഇവിടെ മുകളിൽ കയറി വരുമ്പം ഇവിടെ ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ വരുന്ന വഴിയുടെ സൈഡിലും ഒക്കെയായിട്ട് പാർക്ക് ചെയ്യാൻ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഇത്രയും വലിയൊരു സംവിധാനം കോട്ടയത്ത് ഇപ്പോൾ വന്നിട്ട് ഒരു മാസത്തിൽ ആയിട്ടേ ഉള്ളൂ. ഇവിടെ നമ്മൾ നേരെ ഈ സയൻസ് പാർക്കിൻ്റെ അകത്തോട്ട് സയൻസ് സെൻറ്ററിൻ്റെ അകത്തോട്ട് കയറാം. ഇന്ന് ഇപ്പോൾ വന്ന ദിവസം അവധി ദിവസമായതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. കഴിവതും തിരക്കില്ലാത്ത ദിവസം വന്നാൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് നമുക്ക് ഇതൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റും. നമ്മൾ ഈ കോറിഡോറിൽ കൂടെ കയറി അകത്തോട്ട് പോയാൽ അവിടെ സയൻസ് പാർക്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറി ഇവിടെ ഒരുപാട് എക്യുപ്മെൻ്റ് ഉണ്ട്. ഇതെല്ലാം അത് വിശദമായ എൻ്റെ പ്രവർത്തന രീതിയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പം ഇന്ന് തിരക്ക് ഭയങ്കര കൂടുതലാണ്. ഒരുപാട് കുട്ടികളൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് ഭയങ്കര തിരക്കായതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം മാത്രമേ ഓരോന്ന് ചുവട്ടിലിങ്ങനെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനിടയ്ക്ക് ആൾക്കാർ വരും. നമുക്ക് എത്ര സമയം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാം. രാവിലെ 10 മണിക്ക് ടിക്കറ്റ് എടുത്ത് കയറിയാൽ വൈകുന്നേരം 5 മണി വരെയാണ് ആ സമയം. അതിനിടയ്ക്ക് ഒരു 3D ഒരു സിനിമ പോലെ പറഞ്ഞ 20 മിനിറ്റ് ഷോ ഉണ്ട്. അതിന് വേറെ ടിക്കറ്റ് എടുക്കണം. അതും ഈ പറഞ്ഞ പോലെ 30 രൂപയും കുട്ടികൾക്ക് 20 രൂപയാണ്. ഇതിപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തകത്ത് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് സയൻസ് സംബന്ധമായ കാര്യങ്ങളും മറ്റ് ടെക്നോളജിപരമായ കാര്യങ്ങളും ഭൂമിയെക്കുറിച്ചും സീനെക്കുറിച്ചൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് പലതും. അതെല്ലാം നമുക്ക് ചെയ്തു നോക്കാം. കുട്ടികൾക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു സിസ്റ്റമാണിത്. പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പഠിച്ചു കഴിഞ്ഞവർക്കും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവരും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അറിഞ്ഞു വരുമ്പോൾ തന്നെ കുറേ ഇന്ന് ശനിയാഴ്ച ആയതിനാൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളിലോട്ട് നമുക്കൊന്ന് പോകാം. കുറേ അധികം കാഴ്ചകളുണ്ട്. അപ്പോൾ കുറച്ച് വലിയ വീഡിയോ ആണ്. അപ്പം ഓരോന്നും ഈ കാര്യങ്ങൾ ഇന്നത്തെ AI അടക്കമുള്ള കാര്യങ്ങളിലായിട്ടുള്ള എന്നുള്ളത് ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ളവർ. ഈ ഒരു സയൻസ് പാർക്ക് കഴിഞ്ഞ് നമ്മൾ ഇത് ആദ്യത്തെ ഒരു സ്റ്റേജാണ്. ഇത് കഴിഞ്ഞ് പോയാൽ നമുക്ക് സീനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളും ടെക്നോളജിയുടെ കാര്യങ്ങളും മറ്റ് ഇന്നത്തെ ഒരു സയൻസ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കുറേ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പല പഠിച്ച കാര്യങ്ങളൊക്കെ പലതും ഇതിൻ്റെ അകത്ത് നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കാഴ്ചകളാണ്. അതുകൂടാതെ ഇതിൻ്റെ പുറത്ത് ചെറിയ കുട്ടികൾക്കായിട്ടുള്ള ചെറിയ പാർക്കുകളും കുറച്ച് ദിനോസർ സംവിധാനങ്ങളും ഒക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. എല്ലാം നമ്മൾ ഒരു സയൻസ് പരമായ രീതിയിൽ നോക്കി കാണാൻ പറ്റിയ ഒരു സംവിധാനമാണ്. ആ കാഴ്ചകളിലോട്ട് നമ്മൾ ഈ വീഡിയോ കൊണ്ടുപോവുകയാണ്. എനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ ഇനി സ്കൂൾ കുട്ടികൾക്കൊക്കെ സ്റ്റഡി ടൂർ വരാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഒരു ഉച്ചവരെ രാവിലെ വന്ന ഒരു ഉച്ചവരെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു കാഴ്ചകൾ ഇവിടെയുണ്ട്. അത് നമുക്ക് പഠിത്തത്തിനും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു കാഴ്ചകളാണ് ഇവിടെയുള്ളത്. അപ്പം സ്കൂൾ കുട്ടികൾക്കൊക്കെ ടൂർ വരാൻ പറ്റിയ ഒരു സ്ഥലമായി ഇത് മാറ്റാവുന്നതാണ്.
ഏരിയയിൽ നമ്മുടെ സീയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ നമുക്കിതിലെ നോക്കി നടന്ന് നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ കടലിലെ അനന്തതയിലുള്ള കുറേ കാര്യങ്ങളെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ഉപ്പുണ്ടാക്കുന്ന രീതിയെക്കുറിച്ചൊക്കെ ഒരു ഡിസ്പ്ലേ ഇവിടെ ചെയ്തിട്ടുണ്ട്. കടലിലെ മത്സ്യങ്ങളെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ തരം മത്സ്യങ്ങൾ, അതൊക്കെ വളരെ ഭംഗിയായിട്ട് അത് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സമുദ്രത്തിനടിയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അവിടെ എന്തൊക്കെ ജീവികളുണ്ട്, അതിനെയൊക്കെ അവർ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് ഒരുക്കി വെച്ചിരിക്കുന്നത്.
കോട്ടയം കുറവിലങ്ങാടുള്ള സയൻസ് സിറ്റി സന്ദർശിക്കാൻ ഒന്ന് ശ്രമിക്കുക. നല്ല ഒരു അറിവ് കിട്ടുന്ന ഒരു സർക്കാരിൻ്റെ ഒരു സംവിധാനമാണിത്.